ഹായ്, എനിക്കറിയില്ല ഇതിലെ വോയിസ് എത്രത്തോളം കേൾക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസ് അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്തിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഇരുന്ന് സംസാരിച്ചു, പക്ഷേ എനിക്ക് ഈ മൈക്കൊന്നും യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നു മൈക്കിന്റെ ഒരു ശബ്ദമൊന്നും കറക്റ്റ് റെഡി ആകാത്ത പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ റെഡിയാക്കാൻ തോന്നുന്നു, പക്ഷെ ഇതൊക്കെ ഞാൻ പഠിക്കല്ലേ. സോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുക. പക്ഷെ നല്ല ആഗ്രഹമുണ്ട് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ. അങ്ങനെ ഇപ്പൊ ഇതിൽ കേൾക്കാമെന്നാണ് വിചാരം. കാരണം ഞാൻ അപ്പൊ ഇവിടെ കുത്തി വെച്ചപ്പോ കുറച്ചിങ്ങനെ എനിക്കറിയില്ല. ഓക്കെ, സോ ജൂലൈ 1 എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ 26th ബർത്ത്ഡേ ആയിരുന്നു. വേറെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ചേച്ചീൻ്റെയും ബർത്ത്ഡേ ആണ് ജൂലൈ 1. ഒബ്വിയസ്ലി ഇയർ വ്യത്യാസമായിരിക്കുമല്ലോ. ആ സമയത്ത് ഞാൻ ഇവിടെ കൊച്ചിയിലും അവൾ ബാംഗ്ലൂരിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കേക്കൊക്കെ മുറിക്കലാണ് പതിവ്. അതേപോലെ ഇപ്രാവശ്യം ഈ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിരുന്നു. അതാണ് ഗൈസ് ഇത്. ഈ മൈക്ക് എനിക്ക് അവള് വാങ്ങിച്ചതാണ്. അപ്പം ഈ വീഡിയോയിൽ എന്തൊക്കെയാ ഉണ്ടാവുകയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ, എൻ്റെ ജൂലൈ 1 കേക്ക് മുറിക്കലും ആ ഒരു രാത്രി എങ്ങനെയൊക്കെ പോയി എന്നുള്ളതും, അത് കഴിഞ്ഞ് ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാനും ചേച്ചിയും കൂടി കേക്ക് മുറിക്കുമല്ലോ. അപ്പോൾ ആ കേക്ക് മുറിക്കലും പിന്നെ നാട്ടിലെ കുറച്ച് അമ്പലത്തിൽ പോകലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും പിന്നെ സർപ്രൈസ് ആയിരുന്നു, എനിക്ക് നല്ല സർപ്രൈസ് ആയിരുന്നു. എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അതായത് 26 ബർത്ത്ഡേക്ക് 26 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ പെട്ടെന്നായിരുന്നല്ലോ. അപ്പൊ അവിടെ ഇരുന്ന് കുറെ അതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് ഓരോന്ന് ലൈക്ക് ചെറിയ ചെറിയ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളൊക്കെയാണ്. അതിന്റെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അപ്പൊ ഇതെല്ലാം പിന്നെ എനിക്ക് ഞാനിപ്പോ ഇരിക്കുന്നതിന്റെ ബാക്കിൽ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. അതൊക്കെ ഗിഫ്റ്റാണ്. ഒരു കുറച്ച് ടൈം ഇടവിട്ടാണെങ്കിൽ കിട്ടിയ ഓരോ ഗിഫ്റ്റുകളാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും കാണാം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ജൂലൈ 1 12 AM എനിക്ക് കിട്ടിയ സർപ്രൈസ് ആണിത്. ഒരാളെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന്. എന്താല്ലേ, അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സും പിന്നെ ഈ റിംഗ് ലൈറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ റിംഗ് ലൈറ്റിന്റെ ഡെലിവറി കുറച്ച് വൈകി, അതുകൊണ്ട് അതിന്റെ ക്ലിപ്സ് അങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ഞാനും ചേച്ചി ഉണ്ടല്ലോ, വീട്ടില് ഫുഡ് മസ്റ്റ്. പിന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടില് കുറച്ച് അമ്പലമൊക്കെ, അടുത്തുള്ള അമ്പലങ്ങളിൽ ഇങ്ങനെ പോയി വൈകിട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല ഒരു സമാധാനം തരുന്ന കുറച്ച് ടൈമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു വീഡിയോ ആണ് ഞാൻ പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നിട്ടാണ്. ഞാൻ കൂടി പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ ചേച്ചി എനിക്ക് 26 ഗിഫ്റ്റുകൾ അവളുടെ ട്രോളിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് എന്നെ വിളിച്ചിരുത്തിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയത്, ഞങ്ങൾ എങ്ങനെ ഇരുന്നിട്ട് ആ വീഡിയോ എടുത്തത്. ഇതെല്ലാം ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും അറിയുന്നില്ല. എന്തായാലും എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി അവൾ എനിക്ക് തന്ന ഗിഫ്റ്റ് ഒക്കെ കണ്ടാലോ. ഇത് മനസ്സിലായി, ഫേസ് മാസ്ക് ആൾക്കാരല്ലല്ലോ പറ്റുന്നായിരുന്നു. വാങ്ങിക്കണം പറഞ്ഞിരിക്കുകയായിരുന്നു. നിനക്ക് 2 തരാം, എനിക്ക് പാക്കിങ്ങിന് ഒരു 10 out of 10 കൊടുക്കണം. വലുത് ജെന്റിൽ വുമൻ ദ ഗിഫ്റ്റ് ഒന്നും പറ്റില്ലല്ലോ. അടിപൊളി.
വിഷ് ലിസ്റ്റിലുള്ള സാധനമാണ്. ഇത് നീ ഗസ് ചെയ്യണം. ജേഴ്സിയാണ്. ഡ്രസ് എന്തോ ആക്ച്വലി ഡ്രസ് എപ്പ തൊട്ട് കാട്ടിലുണ്ടറിയോ? എപ്പോഴോ ഒരിക്കൽ കണ്ടപ്പോ ഞാൻ കാട്ടിലാക്കി വെച്ചതാണ്. കാരണം പെണ്ണുകാണില് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വെച്ച സാധനമാണ്. സൂപ്പർ. ഇത് കണ്ടോ? സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലമ്മ കാലി തേക്കുന്നത് ചെയ്യുന്ന സ്ക്രബ്. ടീഷർട്ട് ജിമ്മിക്കൂടെ കുറച്ചധികം ഇനിയും ഗുഡ് വൈസിന്റെ ഉപ്ടാൻ മാസ്ക്, ഫേസ് വാഷ്. ഓക്കെ, പക്ഷേ ഫേസ് വാഷ് നന്നായിട്ടുണ്ടാവും തോന്നൂല വാനിലേക്ക് ആകുമ്പോ. അത് കണ്ടോ അതൊക്കെ ഭയങ്കര ഒരു യൂസ് ചെയ്യുന്ന ഒരു നീളമുള്ളത്. അപ്പം മസ്കാര എന്തെങ്കിലും ആയിരിക്കും. ഭയങ്കര തണുപ്പിലുള്ള ഇറ്റ്സ് നോട്ട് മേക്കപ്പ്, ഇറ്റ്സ് സ്കിൻ കെയർ. അത് അവസാനം എഴുതി വരുമ്പോഴല്ലേ ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ. കാരണം ഞാൻ ഈ പാക്കേജ് എനിക്ക് നോക്കുമ്പോ ഞാൻ യൂറോഡിയൻ പ്ലാനറ്റിന്റെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല സാധനമായിരുന്നു. അത് ഇത് നല്ല ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന് നല്ല ഷാമ്പു. അമ്മ പറഞ്ഞ പച്ച അത് ജസ്റ്റ് ബാഗ് അറിയുന്നുണ്ട് ബാഗാണ്. അതെനിക്ക് വേറെ പോയി കേട്ടോ, ഉള്ളിലിട്ടു. അല്ല ഇങ്ങനെ സൈഡ് ഗസ് ചെയ്യണം. എന്താ എന്ത് ബാക്ക് ചെയ്ത് വെച്ചതാ? 26ാമത്തെ അല്ലെ? ഇതാണ് ഒന്നാമത്തെ സാധനം. എനിക്ക് വാങ്ങിച്ചെന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് പാക്ക് ചെയ്ത് 26 ഗിഫ്റ്റ്സ് കാണുമ്പോ കാണാം. ഒരു നല്ല അതുകൊണ്ടാണ് ഞാൻ റേസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ, ഫേസ് വാഷ് ഞാൻ വിചാരിച്ചു അതൊക്കെയാണ് അതൊക്കെ ഇല്ലാത്ത. അമ്മ കൊറേ നേരം ചോക്ലേറ്റ് ഇതൊരു വാങ്ങിച്ചാ വിഷ്കേറിനൊന്നും എടുക്കുന്നത്. എന്റെ അടുത്തുള്ള സെറാം. എന്റെ സെറ കഴിഞ്ഞു. ഡോട്ടൻ കീന്റെ ഒരു 10% നയാസിനമൈഡ് ഫേസ്. എന്നാലും ഇതെനിക്ക് വലിയൊരു സർപ്രൈസ് ആയിട്ട് ഇത്ര അടുത്ത് കാണിക്കുന്നുണ്ട്. നീ കണ്ടോ? എന്താ ഫൈനൽ? ഇതെന്താ? ഓക്കെ. പക്ഷെ ഇത്രയും ചെറിയ സൺസ്ക്രീൻ പറ്റിയില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ ആവാൻ വഴിയില്ല. സൺസ്ക്രീൻ ഇത്രയും ചെറിയ ഞാന് How is it to get 26 gifts at the same time?
ഒട്ടും വിചാരിക്കാതെ അവൾ കുറച്ച് ഗിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നത് തുറന്നു നോക്കാൻ ഞാനും അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഈ വീഡിയോ നോക്കിയാൽ നല്ലോണം അറിയാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.